ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 14 വാക്യം. ഇത് വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചൊരു ദൈവ പദ്ധതിയുണ്ട്, ദൈവഹിതമുണ്ട്. അത് ശ്രദ്ധിച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് വായിക്കാം. അപ്പോൾ ഫറവോ ജോസഫിനെ ആളയച്ചു വരുത്തി. ജോസഫ് തടവറയിലാണ്, ഫറവോ രാജാവാണ്. എങ്ങോട്ടാ വരുത്തിയത്? ജയിലിൽ കിടന്നവനെ കൊട്ടാരത്തിൽ എത്തിക്കാൻ ഫറവോ ആളയച്ചു വരുത്തിയെന്ന്. ഒരാളെ അയച്ച് വരാൻ പറഞ്ഞു എന്ന്, കൊണ്ടുവന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഫറവോ ആളയച്ചു വരുത്തിയെന്ന് വായിക്കുമ്പോൾ ഫറവോയുടെ മനസ്സും ബുദ്ധിയും ആലോചനയും മാത്രം നോക്കിയാൽ പോരാ. ജോസഫിനെ കൊട്ടാരത്തിലെത്തിക്കാൻ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവ പദ്ധതിയാണ് കാണുന്നത്. പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവ പദ്ധതിയാണ് കാണുന്നത്. ആ ഒരു തീരുമാനം